ഇന്ന് നമുക്ക് വേറൊരു പാട്ടുമായിട്ട് വരാം. തെച്ചി മന്ദാരം തുളസി എന്ന പാട്ട്. അത് സിമ്പിൾ സ്റ്റെപ്പാണ് കേട്ടോ. ഒന്ന് കാണിച്ചു തരാം. 1 2 3 4. അതായത് രണ്ടാമത്തെയും നാലാമത്തെയും സ്റ്റെപ്പ് നമ്മൾ നീക്കി വെക്കും. ഇവിടെ ഇപ്പോൾ സർക്കിളാണെങ്കിൽ വിളക്കും പറയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റും ഇങ്ങനെ കൊട്ടി എത്ര പേരുണ്ടെങ്കിലും അവരിങ്ങനെ ഇതേ സ്റ്റെപ്പ് വെച്ച് കളിച്ച് പോകുന്നതാണ് ഇതിന് വേണ്ട സ്റ്റെപ്പ്. അപ്പം നമുക്ക് കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വരുത്താം. എന്നാലും കാണിച്ചു തരാം. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇവിടുന്ന് തുടങ്ങിയിട്ട് കാണിച്ചു തരാം. 1 2 3 4. നീങ്ങിയത് കണ്ടോ? അതായത് ഇവിടെ നിന്ന് ആളുടെ അടുത്തെത്തി, അപ്പുറത്തെ ആൾ. ഒരു 1 2 3 4 കഴിയുമ്പോഴേക്കും അപ്പുറത്തെത്തും. ഇനി അടുത്തത് കഴിയുമ്പോഴേക്കും ഞാൻ ദേവിയുടെ അടുത്തെത്തും. 1 2 3 4. ഇങ്ങനെ ഇത്രയും നീങ്ങണം ശരിക്കും ആ സ്റ്റെപ്പ്. അപ്പോൾ കാല് മാത്രമായിട്ട് ശ്രദ്ധിച്ചോളൂ. 1 ആ മറ്റേ കാലിന് നേരെ, അതായത് ഈ കാലിന് നേരെ തന്നെയാണ് വെക്കുക. അവിടെ നീട്ടി കൊട്ടും, നല്ല ഫോഴ്സിൽ കൊട്ടും. 1 2 കയറ്റി വയ്ക്കുമ്പോഴേക്കും ഇതിൻ്റെ കൊട്ടിൻ്റെ എനർജി ഒന്ന് കുറയും. അടുത്തതിന് ഒന്നുകൂടെ കുറയും. വീണ്ടും ഈ ഒരു താളത്തിലാണ് വരിക. മനസ്സിലായില്ല? ഇനി നമുക്ക് അവിടുന്ന് ഒന്നും കൂടി, ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഇതിന് വെക്കും. അത് കാണിച്ചു തരാം. അതായത് കൊട്ടി ഈ സൈഡിലാണ് പേരെങ്കിൽ കൊട്ടിയിട്ട് ഇങ്ങനെ വെക്കണം. ഏത് സൈഡ്? അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ആളുടെ കാല് ഇങ്ങനെ കുത്തിയിട്ടായിരിക്കും. അതേപോലെ തന്നെ കൊട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതും കുറേ വൈഡായിട്ട് ഇങ്ങനെ പോവരുത്. ഇതിൻ്റെ ഇടയിൽ ഒരു 2 4 ഒരു കൈപ്പത്തി കൊണ്ടാൽ മതി. അത് നമുക്ക് ഇതിലേക്കൊന്ന് കാണിച്ചു കൊടുക്കാം. കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുക സ്ക്രീനിൽ. ഈ ഒരു ഡിസ്റ്റൻസ് ഇത്രയേ വരാൻ പാടുള്ളൂ. ഇങ്ങനെ വൈഡായിട്ട് പോവരുത്. അപ്പോൾ ഇനി ഒന്നുകൂടെ കാണിച്ചു തരാം. 1 2 3 4 5 6. കിട്ടി. കണ്ടോ? കാല് രണ്ടാളുടെ കാലും 2ആണ്. ഈ സൈഡിലേക്ക് തിരിഞ്ഞവർ ബാക്കിൽ കുത്തും, മറ്റേ ആൾ സമത്തിലാണ് വെച്ചത് കാല്. ഇനി വീണ്ടും ഈ കളിച്ച 8 പേരും ലെഫ്റ്റ് കാലുകൊണ്ട് കൊട്ടും. പിന്നെ ഈ സൈഡിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമത്തിൽ നിൽക്കും, മറ്റവർ ബാക്കിൽ കുത്തും. കിട്ടിയില്ലേ? ഒന്നുകൂടെ ആ ബാക്കിൽ കുത്തണ എടുക്കാം. ലെഫ്റ്റ് കാലുകൊണ്ട് കൊട്ടണത് കേട്ടോ. കിട്ടിയില്ലേ? ഇവിടെ ബാക്കിലാണ് കുത്തിയിട്ടുള്ളത്. ഈ സൈഡിലേക്ക് തിരിഞ്ഞവർ സമത്തിലായിരിക്കും. ഇനി ഇത് ഇത്രയും തളർത്തിട്ടടിക്കണം. ഇത് സമയമെടുത്ത് ഇങ്ങനെ അടിച്ചാൽ ശരിക്കും തല്ലലാവും, വേദനിക്കും. നേരെ കുറച്ച് ലൂസാക്കി ഇട്ട് കഴിഞ്ഞാൽ എത്ര തവണ വേണമെങ്കിലും നമുക്ക് കളിക്കാൻ പറ്റും. ഇനി ഒരു വട്ടം കൂടി നമുക്ക് അവിടെ നിന്ന് കളിച്ച് വരാം. എന്നിട്ട് പാട്ടിൻ്റെ ഒപ്പം കാണിച്ചു തരാം. 1 2 3 4 5 6 7 8. കിട്ടിക്കാണും വിചാരിക്കണം. ഇനി പാട്ടിൻ്റെ ഒപ്പം ഇതൊന്ന് കളിച്ച് നോക്കാം. മന്ദാരം തുളസി പച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്മേ കണി കാണേണം. 1 2 3 4. 1 2 3 4. ഇതാണ് സ്റ്റെപ്പ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം കൊടുക്കുന്ന സമയത്ത് ഏത് കൈയാണോ അടിക്കുന്നത് അതിൻ്റെ കാല് ഫ്രണ്ടിലേക്ക് വയ്ക്കും. 1 2 ബാക്കിൽ കുത്തി. 3 ശരിക്കും നമ്മൾ 1 2 3 4 വെക്കാൻ എടുക്കണ കാലല്ലേ, അത് തന്നെ. ഒന്നുകൂടെ കാണിച്ചു തരാം. 1 2 3 4. 1 2 3 4. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ കൈ അടിക്കുമ്പോൾ കണ്ടോ, നമ്മുടെ ഹൈറ്റ് ഇതിൽ കാണാല്ലേ, മുഖം കാണണം. ഇങ്ങനെ തടയാൻ പാടില്ല മുഖം. അപ്പോൾ 1 2 3 1 2 3 4. 1 2 3 4. ഇനി ഇതിപ്പോൾ ഇത് 4 ചവിട്ടല്ലേ. ഇനി നമുക്കിത് 2 ചവിട്ടായിട്ടും കളിക്കാം. സമത്തിൽ ചവിട്ടും. ഒന്നുകൂടെ കാണിച്ചു തരാം. 1 2 3 4. അതായത് ചവിട്ടിയ കാല് മാറ്റി വയ്ക്കുക. അതിന് കൈ അടിക്കൽ കഴിഞ്ഞാൽ കൈ താഴെ ഇടാം. 1 2 3 4. ഒന്നുകൂടി കാണിക്കാം. 1 2 3 4. മനസ്സിലായില്ലേ?
ഇനി ഇതൊന്ന് താളം മുറുകിയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. 1 2 3 1 2 3 1 2 3 കണ്ടോ? ഒന്നുകൂടെ താളം മുറുകിയിട്ടുണ്ടാവും. ഇങ്ങനെ രണ്ടാമത്തെ വരി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കളിക്കാം. അപ്പോൾ പാട്ടിനൊപ്പം വേണമെങ്കിൽ ഒന്ന് നോക്കി നോക്കാം. മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും